Good morning, students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റൂൾസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. സ്കെയിലർ പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്കെയിലർ പ്രോഡക്റ്റ് സ്കെയിലർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൻ ഔട്ട്സൈഡ് എന്നിട്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. If you have two functions, then to find the derivative of the sum is the sum of the derivatives എന്ന് പറഞ്ഞു. Derivative of difference is the difference of the derivatives എന്ന് നമ്മൾ പറഞ്ഞു. Product rule ഡിസ്കസ് ചെയ്തു. Product of two functions ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ കോഷ്യന്റ് റൂൾ പഠിച്ചു. ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യന്റ് ഇസ് denominator into derivative of the numerator minus numerator into derivative of the denominator the whole divided by denominator square ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത റൂൾ ഇപ്പം ചെയിൻ റൂൾ നമ്മൾ ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, if you have a function f of x, അതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക, f dash of x. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അത് ഈ f of x എന്നുള്ള ഫംഗ്ഷനിൽ x ഉണ്ടായിരുന്ന സ്ഥാനത്ത് you have some other function. Then to find its derivative നമ്മൾ ഇതിൻ്റെ പ്രിമിറ്റീവ് ഫംഗ്ഷൻ്റെ കാര്യം ഒന്ന് ആലോചിക്കും. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ആയിരുന്നു എന്ന് ആലോചിച്ചിട്ട് എക്സിന് പകരം ജി ഓഫ് എക്സ് വരുമ്പോൾ ഈ ആൻസറിലും എഫ് ഡാഷിലും എക്സിന് പകരം ജി ഓഫ് എക്സ് എന്ന് എഴുതിയിട്ട് ഈ ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇതായിരുന്നു ചെയിൻ റൂൾ ഇൻ ഓർഡിനറി ഡിഫറൻഷിയേഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ടു വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കേസിലും ചെയിൻ റൂൾ എഴുതാം. അതായത് ഇഫ് ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് which is a function of a function f of g of xy, then നമ്മൾ ആലോചിക്കേണ്ടത് എഫ് ഓഫ് എക്സ് എന്നുള്ള പ്രിമിറ്റീവ് ഫംഗ്ഷൻ ആലോചിക്കുക. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക, എഫ് ഡാഷ് എക്സ്. ഈ എക്സിന് പകരം ജി വന്നിട്ടുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് വൈ എന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സിന് പകരം ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആൻസറിലും എക്സിന് പകരം ആ ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇപ്പോൾ ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ് വന്നിരിക്കണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഏത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എഴുതാം. എന്താണേലും ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെയിം റൂൾ തന്നെ ഒന്ന് ഓർത്താൽ മതി. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് വൈ എന്നാണ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് വരിക? എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എക്സിന് പകരം ജി ഓഫ് എക്സ് വൈ വരുമ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണ്? എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് വൈ, ഡോ ജി ഓഫ് എക്സ് വൈ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ജിന്റെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷന്റെ സ്ഥാനത്ത് എക്സ് ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് എഫ് ഡാഷ് എക്സ്, അല്ലെങ്കിൽ വൈ ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് എഫ് ഡാഷ് വൈ. സോ അതിന് പകരം ജി ഓഫ് എക്സ് വൈ എന്ന് വരുമ്പോൾ എഫ് ഡാഷ് ഓഫ് ഏതാണ്? ജി ഓഫ് എക്സ് വൈ എന്ന് തന്നെ എഴുതാം. എന്നിട്ട് ജി ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് എഴുതാം, ഡോ ജി ബൈ ഡോ വൈ എന്ന് എഴുതാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് പെർട്ടിക്കുലർലി 3 ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പവർ ഫംഗ്ഷന്റെയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെയും ലോഗരിഥമിക് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റൂൾസ് ഓഫ് ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള പോളിനോമിയൽസ്, റാഷണൽ ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിഥമിക് ഫംഗ്ഷൻസ്, ഈ 4 കാറ്റഗറി ഓഫ് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 3 ഫംഗ്ഷൻസിന്റെ
കേസിൽ ഈ ചെയിൻ റൂൾ എങ്ങനെ വരുമെന്നൊന്ന് പെർട്ടിക്കുലർ ആയിട്ട് ഒന്ന് എഴുതിയിട്ട് അത് പഠിക്കാം. പർട്ടിക്കുലർ കേസസ് ആയിട്ട് നമ്മൾ പവർ ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗറിതമിക് ഫംഗ്ഷൻ, ഈ 3 ഫംഗ്ഷന്റെ കേസിലും എന്താണ് ചെയിൻ റൂൾ വരിക എന്ന് എഴുതാം. അപ്പൊ ആദ്യം പവർ ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ എഴുതാണെങ്കിൽ ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ പാർഷ്യൽ ഡിഫറൻഷിയേഷന്റെ generalized power function rule എങ്ങനെ എഴുതാം? If z is a power of, അതായത് y is equal to x raised to n എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഒരു ഫംഗ്ഷൻ raised to n, power of a function, function of a function, power function of some other function ആണെങ്കിൽ then its derivative with respect to x is, നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? എക്സ് റേസ് ടു എൻ ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു എന്നൊന്ന് സൈഡിലൊന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇവിടെ എക്സിന് പകരം എഫ് വന്നു. അപ്പോൾ എഫ് റേസ് ടു എൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ വരുമ്പോൾ എന്ത് ചെയ്യണം? എൻ ഇൻറ്റു എക്സിന് പകരം ഇവിടെ എന്താണോ അത് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ മൈനസ് 1 എഴുതിയിട്ട് ഇൻറ്റു ആ എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എഴുതണം. ഓക്കെ, അപ്പോൾ എന്താ എഴുതാൻ പോണേ? എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കാം, ഇൻറ്റു ആ എക്സിന് പകരം വന്നിട്ടുള്ള ടേം എഫ് ഓഫ് എക്സ് വൈ, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഇസ് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ എഴുതാം. ഇതേപോലെ തന്നെ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് തന്നെ എടുത്താൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ്. സോ ദിസ് ഇസ് ദി ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, ഫോർ ഒരു എക്സാമ്പിൾ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ z equal to 4x cube plus 9y square എന്നാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാം അല്ലേ? 4 പുറത്തേക്ക് എടുക്കുന്നു, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x square plus 9y square ഡെറിവേറ്റീവ് 0. ദാറ്റ് ഇസ് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ 4x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 9 ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. അങ്ങനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിലും വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഈ ഫംഗ്ഷനെ. സപ്പോസ് ഈ ഫംഗ്ഷന്റെ പവർ ആണ് വന്നിട്ടില്ലെങ്കിൽ, സപ്പോസ് ദിസ് ഫംഗ്ഷൻ ദ ഹോൾ റേസ് ടു 10 എന്നോ അല്ലെങ്കിൽ ദ ഹോൾ റേസ് ടു 5 എന്നാണ് നമ്മുടെ ഈ സെറ്റ് എങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവണം എന്ത്? എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണെന്നുള്ളത്. ഓക്കെ, സംതിങ് റേസ് ടു എ ഫംഗ്ഷൻ റേസ് ടു നമ്പർ n, എഫ് ഓഫ് എക്സ് വൈ റേസ് ടു n. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച റൂൾ ഇതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഈ റൂൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഒന്നുകൂടെ എടുത്തെഴുതാം. റൂൾ ഒന്നുകൂടെ വേണമെങ്കിൽ എടുത്തെഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം വാട്ട് ഇസ് ഹിയർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന് പകരം വി ഹാവ് 4x ക്യൂബ് പ്ലസ് 9y സ്ക്വയർ. അതുപോലെ n എന്നുള്ളതിന് പകരം വി ഹാവ് 5. എന്നിട്ട് ഈ റൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, റൂളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? ഡോ ഇസെഡ് ബൈ ഡോ എക്സ്. റൂൾ പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ദിസ് ഇസ് ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് വൈ റേസ് ടു n അല്ലേ? റേസ് ടു 5 എന്നുള്ളതിന് പകരം റേസ് ടു n. n is 5. So n equal to 5 എന്നാണെങ്കിൽ എഴുതാം അല്ലേ? എഫ് ഓഫ് എക്സ് വൈ റേസ് ടു 5. Then in that case dou z by dou x എന്താണ്? Dou z by dou x is n into f of x y raised to n minus 1 into derivative of f of x y അല്ലേ? അപ്പോൾ എന്താണ് ഇവിടുത്തെ f of x y? 5 into f of x y raised to 4. What is f of x y? f of x y is 4x cube plus 9y square. അപ്പോൾ അത് എഴുതാം. 4x cube plus 9y square the whole raised to 4 into derivative of that term f of xy. What is it? 4x cube plus 9y square.
അപ്പോൾ ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് എഴുതണം അല്ലേ. ദാറ്റ് ഈസ് 5 into 4x cube plus 9y square raised to 4 into derivative of 4x cube plus 9y square with respect to x ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 4 is a constant, take it outside. x cube ഡെറിവേറ്റീവ് 3x square plus 9 is a constant, y square or when you are differentiating with respect to x, assume that y is a constant, so that y square is also a constant. So 9y square is a constant, so the derivative is 0. So we will get 5 into 4x cube plus 9y square the whole raised to 4 into 12x square. വേണമെങ്കിൽ നമുക്ക് ഈ 5ഉം 12ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 60x square into 4x cube plus 9y square the whole raised to 4. The whole raised to 4 ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെറുതെ വലുതാക്കണ്ട, സിംപ്ലിഫൈഡ് ആവില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. This is enough. Okay, so this is the partial derivative of our function z with respect to x. ഇതേപോലെ തന്നെ നമുക്ക് partial derivative with respect to y എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് എഴുതാം അല്ലേ. partial derivative of z with respect to y. ഇത് തന്നെ നമുക്കൊന്ന് x എന്നുള്ള സ്ഥാനത്ത് y ആക്കാം. dou z by dou y is equal to 5 into f of x y raised to 4 into n into f of x y raised to n minus 1 into derivative of f of x y with respect to y ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈക്ക് പകരമായ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5 into 4x cube plus 9y square the whole raised to 4 into derivative of 4x cube plus 9y square. അപ്പോൾ എന്താണ്? With respect to y differentiate ചെയ്യുമ്പോൾ assume that x is a constant, so that 4x cube is a constant, so the derivative is 0, plus 9 is a constant, take it outside. y square derivative എന്താണ്? With respect to y it is 2y. So we will get 5 into 4x cube plus 9y square the whole raised to 4 into 18y. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 5ഉം 18ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്രണ്ടിൽ എഴുതാം. അപ്പോൾ 50 പ്ലസ് അല്ലേ 5 into 10 50 plus 5 into 8 40, 50 plus 40 90, y into 4x cube plus 9y square the whole raised to 4. So this is the answer. Slayo. ഇപ്പോൾ ചെയിൻ റൂളിൻ്റെ തന്നെ അടുത്തൊരു പർട്ടിക്കുലർ കേസ് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ നമുക്ക് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ ഓഫ് ഓർഡിനറി ഡിഫറൻഷിയേഷൻ യൂസ് ചെയ്യാം. പ്രിമിറ്റീവ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് വന്നാൽ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഇ റേസ് ടു ഇവിടെ എക്സിന് പകരം ആൻസറിൽ ഇവിടുത്തെ എക്സിന് പകരം ക്വസ്റ്റ്യനിൽ എന്താ വന്നേക്കണേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസറിലും എക്സിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം into derivative of f of x. Okay, അതേപോലെ തന്നെയാണ് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ ഇൻ ദ കേസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷിയേഷനും വരിക. അതായത് നമുക്ക് z is a function of, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഇ റേസ് ടു എക്സ് എന്നല്ല, ഇ റേസ് ടു എഫ് ഓഫ് എക്സ് വൈ എന്നാണെങ്കിൽ ദെൻ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇ റേസ് ടു സംതിങ് എൽസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സിന് പകരം എന്താ വന്നേക്കണേ? എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ അത് തന്നെ എഴുതുക ആൻസറിലും. എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വേണം മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഇതാണ് നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ. നിങ്ങൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല, എഫ് എന്ന് എഴുതിയാലും മതി.
ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും എഴുതാം. സെയിം മെത്തേഡ്. ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ്, ആദ്യം നിങ്ങൾ മനസ്സിൽ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഇവിടെ എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസറിലും എക്സിന് പകരം അത് വരണം, അത് ആലോചിക്കുക. സോ ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എഫിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എഫ് എന്ന് എഴുതിയിട്ട് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ വൈ. So this is natural exponential function rule in the case of partial differentiation. അതായത് ഇ റേസ് ടു സം ഫംഗ്ഷൻ നമ്മൾക്ക് വന്നാൽ, ഫോർ എക്സാമ്പിൾ നോക്കാം, ഇസഡ് ഇസ് exponential function of a two variable function of x and y. Say for example e raised to 4x square y cube എന്നാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് പ്രിമിറ്റീവ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റേസ് ടു എന്ത് വന്നാലും ആൻസറിൽ ഇ റേസ് ടു എന്ന് പറഞ്ഞിട്ട് എക്സിന് പകരം വന്നിട്ടുള്ള ആ ടേം എഴുതണം, എന്നിട്ട് ആ ടേമിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് ഇനി എഴുതാം, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണ് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇ റേസ് ടു ഇവിടെ വന്നിട്ടുള്ള ടേം എന്താണോ അത് ആ ടേം തന്നെ എഴുതുന്നു. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് വൈ. നിങ്ങൾ ആ റൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൂൾ അങ്ങനെ തന്നെ ഇവിടെ ഒന്ന് എഴുതാം. റൂൾ എഴുതുന്നതിന് എന്തായാലും മാർക്ക് ഉണ്ടാവും അല്ലേ. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് ഇസഡ്. ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് എക്സ് വൈ. Then what is dou z by dou x? Natural exponential function rule പറയുന്നത് e raised to f of x y into derivative of f റൂൾ എഴുതാം. എന്നിട്ട് നമുക്ക് റൂളിൽ ഇവിടെ വന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈക്ക് പകരം തന്നിട്ടുള്ള ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 4x square y cube ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 4x square y cube. അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. So that is equal to e raised to 4x square y cube into 4x square y cube in derivative. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 4 is a constant, take it outside. When you are differentiating with respect to x, y is also a constant, so y cube is a constant, take it outside, into x square, and x square is a function of x, so its derivative is 2x. Okay, thus we will get e raised to 4x square y cube into 8x y cube. So this is the answer, 8x y cube into e raised to 4x square y cube. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to x. ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to y എഴുതാം. dou z by dou y. e raised to f of x y ന്റെ ഡെറിവേറ്റീവ് is e raised to f of x y into derivative of f. അത് പഠിക്കണം. e raised to f of x y into derivative of f. അപ്പോൾ നമ്മൾ e raised to f of x y ക്ക് പകരം here we have 4x square y cube എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് f of x y 4x square y cube. So we can write this is e raised to 4x square y cube into derivative of 4x square y cube. 4 is a constant, take it outside. When you are differentiating with respect to y, x is also a constant. So x square is a constant, take it outside. Into y cube. Y cube in derivative. Y വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. So y cube is a function of y. So its derivative is 3y square. Thus we will get 4 into 3, 12. X square and y square and e raised to 4x square y cube. And so this is the answer. So next, natural logarithmic function rule എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, if you have a logarithmic function of another function, that is z is logarithm of a two variable function f of x y. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിൻ്റെ പ്രിമിറ്റീവ് ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുക. ലോഗരിതം ഓഫ് എക്സ്
ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ലോഗരിതം ഓഫ് വേറെ എന്തെങ്കിലും എക്സിന് പകരം if you have some term, then in the answer also you write x-ന് പകരം you write that term, then multiply with the derivative of that term. That is chain rule അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? To find the derivative of this z with respect to x, dou z by dou x is equal to log x ന്റെ ഡെറിവേറ്റീവ് 1/x. അത് മനസ്സിൽ വേണം. അപ്പോൾ ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ, ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഓക്കെ, ഇതാണ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലും ലോഗരിതം ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. സോ ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് എഫ്. സോ ദിസ് ഇസ് ദി നാച്ചുറൽ ലോഗറിഥമിക് ഫംഗ്ഷൻ റൂൾ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നോക്കാം. സേ ഫോർ എക്സാമ്പിൾ z is equal to ലോഗരിതം ഓഫ് ഒരു പോളിനോമിയൽ 3x raised to 4 minus 4y raised to 5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഇതിൻ്റെ പ്രിമിറ്റീവ് ഫംഗ്ഷൻ എന്താണ്? ലോഗരിതം ഓഫ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഇസ് 1/x. സോ ലോഗരിതം ഓഫ് സം ടേം വരുമ്പോൾ ഡെറിവേറ്റീവ് ഇസ് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ അത് നമ്മൾ ആ റൂൾ പഠിച്ചിട്ട് അത് എഴുതാം ആദ്യമായി തന്നെ. ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഇസെഡ്. അങ്ങനെയാണെങ്കിൽ partial derivative of z with respect to x is dou z by dou x is 1/f of xy into derivative of f of xy. Okay, then what is f of xy here? 3x raised to 4 minus 4y raised to 5. അപ്പോൾ അത് substitute ചെയ്യുക. This is equal to 1/f of xy എന്ന് പറഞ്ഞാൽ 3x raised to 4 minus 4y raised to 5 into derivative of f of xy. What is it? 3x raised to 4 minus 4y raised to 5. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഡെറിവേറ്റീവ് ഒന്ന് എഴുതണം, അത്രയേ ഉള്ളൂ. സോ 1/3x raised to 4 minus 4y raised to 5 into ഡെറിവേറ്റീവ് ഓഫ് ഒരു ടേം ഉണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. സോ 3 is a constant, take it outside. x raised to 4 ന്റെ ഡെറിവേറ്റീവ് 4x cube minus 4 is a constant. y raised to 5 ഇന്റെയോ you are differentiating with respect to x, so that y is a constant. So y raised to 5 is also a constant. 4y raised to 5 is a constant. So its derivative is 0. So we will get the answer as numerator എന്തൊക്കെയാണുള്ളത്? 4 into 3 12 x cube ആണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ we have 3x raised to 4 minus 4y raised to 5. This is the answer. ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം അല്ലേ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ നേരത്തെ പോലെ തന്നെ എഴുതിയാൽ ഡോ z by ഡോ y is equal to ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ്. അതൊന്ന് ആലോചിക്കുക. 1/f of xy into derivative of f of xy. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ what is f of xy? 3x raised to 4 minus 4y raised to 5 into derivative of that term 3x raised to 4 minus 4y raised to 5. So you can write 1/3x raised to 4 minus 4y raised to 5 into derivative എഴുതണം അല്ലേ. You are differentiating with respect to y, so assume that x is a constant. So 3 is a constant, x raised to 4 is a constant, 3x raised to 4 is a constant, so derivative is 0, minus 4 is a constant, take it outside. Y raised to 5 derivative എന്താണ്? 5 into y raised to 4. So we will get the answer as numerator 0 minus 20 y raised to 4 ഉണ്ട്. Denominator we have 3x raised to 4 minus 3x raised to 4 minus 4y raised to 5. 3x raised to 4 minus 4y raised to 5. So this is the answer. മനസ്സിലായോ?